ശ്രോതാക്കളെ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. താലന്തിൻ്റെ 3-ാം എപ്പിസോഡ്, ദൈവശാസ്ത്ര പഠനത്തിൻ്റെ 3-ാം ഭാഗം. ഇവരെല്ലാവരും ദാസന്മാരായിട്ടാണ് തൊഴിൽ ആരംഭിച്ചത്. 3 പേരെയും ദാസന്മാരെ എന്നാണ് വിളിച്ചത്. രാജാവ് അല്ലെങ്കിൽ യജമാനൻ, ഭരണാധികാരി, ഇവരെ ഏതെങ്കിലും ഔദ്യോഗിക നാമം ഉപയോഗിച്ചോ ഇവരുടെ പേര് വിവരങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇതൊരു ഉപമയാണല്ലോ. ഉപമയിൽ യാഥാർത്ഥ്യം ഉണ്ടാകാം, ഇല്ലെങ്കിൽ അത് ആ ദേശത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അന്നത്തെ ജീവിത കാഴ്ചപ്പാടുകളുടെ ഒരു നേർ ചിത്രീകരണമാണ് ഉപമകൾ എല്ലാ കാലത്തും. പഴമൊഴി അതുപോലെയാണ്. പഴമൊഴി വേറെ, ഉപമകൾ വേറെ, ഉദാഹരണങ്ങൾ വേറെ, പല മൂന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവർ എല്ലാവരും ദാസന്മാരായാണ് തൊഴിൽ ആരംഭിച്ചെങ്കിലും 5 ലഭിച്ചവനും 2 കിട്ടിയവനും വ്യാപാരം ചെയ്ത് ഇരട്ടി ലാഭം യജമാനന് കൊടുത്തപ്പോൾ അവർക്ക് യജമാനൻ പ്രമോഷൻ നൽകി കാര്യവിചാരകന്മാരാക്കി. ദയവായി ശ്രദ്ധിക്കണം, നമുക്ക് നൽകുന്ന ഏത് മേഖലയിലാണെങ്കിലും, ചെറിയ തൊഴിലോ വലിയ തൊഴിലോ ഏത് രംഗത്താകട്ടെ, ആ തൊഴിലിനോട് ഒരു ഇൻറ്റിമേസി വേണം, കമ്മിറ്റ്മെന്റ് വേണം. അതായത് പ്രതിബദ്ധത. ഏത് രംഗത്തായാലും സമയക്ലിപ്തമായി, വൃത്തിയായി, ഭംഗിയായും, നല്ല മനസ്സോടെ ഏത് കാര്യം ചെയ്ത, ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും ശരി, ഭക്ഷണം കഴിക്കുന്നതായാലും ശരി, വീട് നടത്തുന്നതായാലും ശരി, ഏത് മേഖലകളിലും ഈ കഴിവുകളുണ്ടെങ്കിൽ പ്രമോഷൻ ലഭിക്കും. ഇവിടെ ദാസന്മാരെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സമ്മാനങ്ങൾ നൽകിയപ്പോൾ അവസാനം ഈ യജമാനൻ, കർത്താവ് പറയുന്നത്, ഇനി നിങ്ങൾ വെറുതെ ദാസന്മാരല്ല, കാര്യവിചാരന്മാരാണ്, അഡ്മിനിസ്ട്രേറ്ററായി പ്രമോഷൻ കിട്ടി. ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്. ഓരോ തരത്തിലുള്ള കിരീടങ്ങളും സമ്മാനങ്ങളും ദൈവം വെച്ചിട്ടുണ്ട്. അത് ആർക്ക് എങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ദൈവത്തോട് മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ പലതരത്തിലുള്ള പ്രമോഷൻ പോലെ അവർക്ക് വിചാരണാക്കി. അവർ നേടിയെടുത്ത ധനത്തിൻ്റെ പേരിലല്ല, മറിച്ച് സേവനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പേരിലാണ് യജമാനൻ അവരെ ആദരിച്ചത്. അതായത് അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. വിശ്വസ്തത, അധ്വാനശീലം, കാര്യപ്രാപ്തി എന്നിവയെല്ലാം ആത്മീയ രംഗത്തും തൊഴിൽ രംഗത്തും ഉയർച്ചയ്ക്ക് കാരണമാകും. ആധുനിക കാലത്തെ IT പ്രൊഫഷണൽ ഉൾപ്പെടെ എല്ലാ രംഗത്തും ശമ്പളം കിട്ടുന്നിടത്തോട് ചാടിപ്പോകും. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കുരങ്ങ് ചാടുന്നത് പോലെ കമ്പനി നോക്കി, വരുമാനം നോക്കി, ഇൻകം നോക്കി ചാടുന്നതാണ് ആധുനിക കാലത്തെ യുവതലമുറയുടെ പ്രവണത. നേരത്തെ തിരിച്ചായിരുന്നു. ജോലിക്ക് കയറി 57 വയസ്സ് വരെ, അല്ലെങ്കിൽ 58, റിട്ടയർമെന്റ് വരെ പബ്ലിക് കമ്പനിയിലും മറ്റുള്ളിടത്തൊക്കെ, ഞാനും അങ്ങനെയാണ് ജോലി ചെയ്തത്. റിട്ടയർ ചെയ്യുന്നതും വരെ അവിടെ സുരക്ഷിതമായി പ്രോഡംബണ്ടും ബോണസും ഗ്രാറ്റുവിറ്റിയും ഒക്കെ മേടിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഉദ്യോഗാർത്ഥിയെ ഒരു കമ്പനി നിയമിച്ചാൽ പെർ ആന 1 വർഷത്തേക്കുള്ളത് മൊത്തം അഗ്രിമെന്റ് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ, ഇല്ലെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ കമ്പനിക്ക് ടെർമിനേറ്റ് ചെയ്യുക. ഇത് അങ്ങനെയല്ലെന്ന് ഓർക്കണം. പഴയ കാലത്താണ് യജമാനൻ അവരെ വിളിച്ച്, ഇനി നിങ്ങൾ ദാസന്മാരല്ല, കാര്യവിചാരകനാണ്. അപ്പോസ്തലനായ പൗലോസ് കാര്യവിചാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രഹവിചാരകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് വിശദമായി അതിൻ്റെ ആഴവും വരപ്പും നീളമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഇത് തിയോളജി സ്റ്റഡിയുടെ 3-ാം എപ്പിസോഡാണ്. ടോപ്പിക്ക് മറക്കരുത്, താലന്റോസ്. ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്ത് കാണാം. എന്നാൽ 3-ാമത്തെ ദാസന്റെ പരാജയങ്ങൾക്ക് കാരണം എന്താ? ഞാനാണോ? നിങ്ങളാണോ? ദൈവമാണോ? അതോ സ്വർണത്തിൻ്റെ കുഴപ്പമാണോ? സാർ, ഇത് സ്വർണം ശുദ്ധമായ സ്വർണമല്ല, ഇതിൻ്റെ അകത്ത് കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് അധികം അടങ്ങിയുകൊണ്ട് എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയില്ല, ഒന്നുമല്ല.
സംശുദ്ധമായ സ്വർണമാണ് 3 പേർക്കും കൊടുത്തത്. എന്നാൽ മൂന്നാമത്തെ ആൾ സ്വയം നീതീകരിച്ച് കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, യജമാനനെ നീ ചെയ്യാത്തതൊക്കെ ഞാൻ ചെയ്യും, നീ വിതയ്ക്കാത്തടത്തുനിന്ന് ഞാൻ കൊയ്യാൻ പോകും. ഭയങ്കര മിടുക്കനാ. ആധുനിക കാലത്തെ ക്രൈസ്തവ മേഖലയിലെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും തലപ്പത്തിരിക്കുന്ന എല്ലാവരും ഇതുപോലെ തന്നെ. ഞാൻ കാടടച്ച് വെടിവെക്കുകയല്ല, ഇതിൻ്റെ അകത്ത് നല്ലവരുണ്ട്, സ്വയം തിരിച്ചറിഞ്ഞാൽ മതി. യജമാനനെ നീ വിതയ്ക്കാത്തടത്തുനിന്ന് ഞാൻ കൊയ്യും, നീ പറയാത്തതെല്ലാം ഞാൻ പറയും, നീ ചെയ്യാത്തതെല്ലാം ഞാൻ ചെയ്തു കാണിക്കും. എന്നിട്ട് പറയും, ഞാൻ അത്ഭുതദാസൻ, എളിയവനായ ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നവരുണ്ട് പെന്തക്കോസ്തിൽ. മടങ്ങി വരണം. നിങ്ങൾ ദാസനാണ്, കർത്താവാണ് നിങ്ങൾക്ക് പ്രമോഷൻ തരേണ്ടത്, അല്ല നാട്ടുകാരല്ല. റെലവന്റ് എന്ന ലാറ്റിൻ പദത്തിന്റെ ഇംഗ്ലീഷിലാണ് റവറന്റ് വന്നത്. ഭയപ്പെടാൻ യോഗ്യനെന്നാണ്. 110-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ നാമം ഭയങ്കരവും വിശുദ്ധമാണെന്ന്. ഇപ്പോൾ പെന്തക്കോസ്തുകാർ മുൻ തലമുറകൾ നേരെ തിരിച്ച് റവ എന്ന് CSI മർത്താമയിലെയും അച്ഛന്മാരെയും മറ്റ് എൻ്റെ അറിവിൽ റവ എന്ന പദം കത്തോലിക്കർ ഉപയോഗിക്കാറില്ല. അതായാലും നന്നായി. അവര് ഫാദർ ഉപയോഗിക്കുന്നു, എന്നെങ്കിൽ റവ ഇല്ല. റവറന്റ് എന്ന് വെച്ചാൽ ഭയങ്കരൻ എന്നാണ്. എന്നുവെച്ചാൽ എൻ്റെ നിങ്ങളുടെ ശരീരത്തിന്റെ ഗാംഭീര്യം കണ്ടിട്ടോ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിലൊന്നും അല്ല എല്ലാവരും ഭയപ്പെടുന്നത്. അങ്ങനെ ഭയപ്പെടുത്തി ശുശ്രൂഷിക്കാനാണെങ്കിൽ വല്ല ഹിറ്റ്ലറുടെ കൂട്ടത്തിൽ പോവുകയായിരുന്നല്ലോ. അപ്പോ റെവറന്റ് എന്ന് വെച്ചാൽ ഭയങ്കരനാണ്. അപ്പോൾ ദൈവത്തെക്കാൾ വലിയ ഭയങ്കരം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ശരീരാകൃതിയോ സംസാരമൊന്നും അല്ല, ദൈവകൃപയിൽ നിൽക്കുക. ഇന്നലെ വരെ നാം തെറ്റാണെന്ന് പറഞ്ഞതും നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു എന്ന് സ്വയം പ്രഖ്യാപിച്ച് കൺവെൻഷൻ നടത്തിയ പെന്തക്കോസ്തുകാരെ നിങ്ങൾ ഇപ്പോൾ വീണ്ടും പഴയിലേക്ക് പോയാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, നായ ശബ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നത് പോലെ പഴയ രാവണത്തിലേക്ക് പോകുന്നെങ്കിൽ എന്തിനാ ഇവിടെ നിൽക്കും? നമുക്ക് ഒന്നിച്ച് പ്രസിദ്ധമായ ചർച്ചകളില്ലേ, നല്ല ഒന്നാന്തര ശവക്കോട്ടകളൊക്കെ നീണ്ടു നിവർന്ന് കിടക്കരുതോ? ജീവിതം എങ്ങനെ ആയാലും കല്ലറയുടെ പുറത്ത് എഴുതി വെക്കും, ഞാൻ വിശ്വാസം, ഞാൻ ഓട്ടം ഓടി വിശ്വാസം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നത്. എന്തെല്ലാം വഴി ചെയ്താലും കല്ലറയിൽ എഴുതി വെക്കും, ഞാൻ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നു. നാട്ടിലെ സകല ഗുണ്ടായുസം കാണിക്കുന്നു. ഇതുപോലെ നമുക്കും പോയി കല്ലറയൊക്കെ പണിത് അവിടെ എഴുതി വെക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് വിളിച്ചിട്ട് ആരെന്ന് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വിതയ്ക്കാത്തടത്ത് നിങ്ങൾ കൊയ്യാൻ പോകണ്ട. കർത്താവ് ചെയ്യാത്ത ഒന്നും നിങ്ങൾ ചെയ്യണ്ട. വചനത്തെ കോട്ടിക്കളഞ്ഞ് അനേകരെ നിത്യത നശിപ്പിക്കുന്ന നവയുഗ പെന്തക്കോസ്തുകാരെ തുടർന്ന് ഞാൻ എപ്പിസോഡ് വരുന്നുണ്ട്. കൾട്ടിൻ്റെ ആചാരകന്മാരും കേരളത്തിൽ എത്ര കൾട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തരാം വചനപ്രകാരം. കാത്തിരിക്കുക. ഇത് തിരുവെഴുത്ത് പഠനത്തിൻ്റെ 3-ാം ഭാഗം ഞാനിവിടെ നിർത്തുകയാണ്. താലന്ത്. അതുകൊണ്ട് മറ്റ് ദാസന്മാരുടെ അസൂയയാണോ? ഇത് പിശാചിന്റെ പോരാട്ടമൊന്നുമല്ല. മൂന്നാമത്തെ ആള് ഇതൊന്നുമല്ല, അവൻ സ്വയം കുഴിച്ചിട്ടു. അതുതന്നെയാണ് 25-ാം അധ്യായത്തിൽ മറ്റ് ഭാഗങ്ങളിലെ ഉപകളായി പറയുന്നത്. നമുക്ക് മറ്റൊരു സമയത്ത് സന്ദർഭത്തിൽ എടുക്കാം. ഒരിക്കൽ കൂടെ നിങ്ങളെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനത്തിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് 3-ാമത്തേത് വൈൻഡപ്പ് ചെയ്യുകയാണ്.